ഹലോ, അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ ഞാനിന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു അടിപൊളി ഒരു ക്രീം ചീസിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്നും, അതായത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നമ്മൾ വലിയ വിലയ്ക്ക് വാങ്ങുന്ന ക്രീം ചീസ് എത്ര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ അതിനേക്കാളും ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ അതിനായിട്ട് 1 ലിറ്റർ പാൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാൽ അടുപ്പിൽ വെച്ചത് എൻ്റെ മക്കൾക്ക്, കൊച്ചു മക്കൾക്ക് പാല് കാച്ചാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ പാൽ അടുപ്പിൽ വെച്ച് പാല് ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ് വരാൻ പോലെ തോന്നിയായിരുന്നേ. അപ്പോൾ പിന്നെ മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് വരുമ്പോൾ പാലും എല്ലാം കൂടി എടുത്ത് നമ്മളങ്ങ് ഒഴിച്ച് കളയുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ പിരിഞ്ഞ് വന്ന പാലിൽ ഞാൻ ഒന്ന് ക്രീം ചീസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് ഇപ്പം ആദ്യം തന്നെ പാല് തിളച്ച് വന്നപ്പോൾ തന്നെ നന്നായിട്ട് പിരിഞ്ഞ് വന്നായിരുന്നു. ഞാൻ അതിൽ 1 സ്പൂൺ വൈറ്റ് വിനീഗർ 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ നല്ല പുളിയുള്ള 1 സ്പൂൺ തൈര് ഒഴിച്ചാലും മതി. അതിപ്പോൾ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് ഞാനൊരു അരിപ്പയിലേക്ക് ഒഴിച്ച്, എൻ്റെ ഈ പനീർ നമുക്ക് ശരിക്കും നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഒത്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പനീറാണിത്. ഈ പനീർ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു തുണിയിൽ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് പനീർ മസാല ഉണ്ടാക്കാനോ പനീർ ബിരിയാണി ഉണ്ടാക്കുകയോ പനീർ ഫ്രൈ, അങ്ങനെ പനീർ ആ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ചീസായിട്ട് ഇതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ തുണിയിൽ പിഴിഞ്ഞ് അതിൻ്റെ ആ ഫുള്ളും വെള്ളം കളയുന്നില്ല. ശരിക്കും ഈ അരിപ്പയിലിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് മാറ്റുന്നതേ ഉള്ളൂ. കുറച്ച് ആ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വേണം, എന്നാലും നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഇതിൽ കുറച്ച് 2-3 ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പനീറാണിത്. ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതേക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മൾ എന്തിനാണ് വെറുതെ കടയിൽ പോയി വാങ്ങി മറ്റെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് പോലും നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നമ്മളെ മക്കൾക്കും നമുക്കും എല്ലാവർക്കും വിശ്വസിച്ച് ബ്രെഡിലും, അതായത് ചീസ് കൊണ്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, പുഡിങ് ആയാലും കേക്കിലും എല്ലാത്തിലും നമുക്കിത് കഴിക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ചെറിയ പീസ് ബട്ടറും ഇപ്പോൾ ഞാൻ അടിച്ച് എടുത്ത് വെച്ചിരുന്ന ആ ഒരു പനീറും, ഇന്നലെ ഞാൻ എടുത്ത് വെച്ചിരുന്ന കുറച്ച് പനീറിൻ്റെ കുറച്ച് ഭാഗം കുറച്ചുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ട് അതിലേക്ക് ഇതിൽ നിന്നുള്ള ലിക്വിഡിന് ഒരു 2 സ്പൂൺ ചൂടായിട്ടുള്ള, അത് നല്ല ഗുണമുള്ളൊരു സാധനമാണ്. അത് പല ഇതിനും ചേർക്കാമെന്നാണ് പറയുന്നത്. കറികളൊക്കെ വയ്ക്കുമ്പോൾ, വെജിറ്റബിൾ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിനെല്ലാം ചേർക്കാമെന്നാണ് പറയുന്നത് അതിൻ്റെ വെള്ളം. ഇതിപ്പോൾ ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത്, പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും 1/4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻറ്റുകളും എല്ലാം, നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് ഒന്ന് അറിയിച്ചാൽ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ എങ്ങനെയായാലും നെഗറ്റീവാണെങ്കിലും നമുക്കതനുസരിച്ച് നല്ല രീതിയിലൊന്ന് ബെറ്ററാക്കി കൊണ്ടുവരാനും പറ്റും. എങ്ങനെയുള്ള കമൻ്റ് ഒന്ന് ഇട്ടേക്കണേ. ഒരു ലൈക്ക് ചെയ്യുമ്പോൾ കമൻറ്റ് കാണാനും മറക്കരുത് കേട്ടോ. നന്നായിട്ട് നല്ല ജ്യൂസിയായിട്ട്, അതായത് നല്ല ക്രീമി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ചുകൂടി അല്പം കൂടി ഒന്ന് ക്രീമി ആവണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അല്പം കൂടി മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കാം. ഞാനൊരു 1/4 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. മറ്റെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റ് മധുരങ്ങളെല്ലാം ചേർക്കാറുണ്ടല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് കറക്റ്റ്. ഇതിൻ്റെ എല്ലാ അളവും കറക്റ്റ് ഇത് തന്നെയാണ്. ഇപ്പോൾ നന്നായിട്ട് അടിച്ച് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയെന്ന് വേണ്ട. ഇത് നല്ല
അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു ന്യൂട്ടെല്ലയുടെ ഒരു 250 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് ന്യൂട്ടെല്ല വാങ്ങിയതിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ്. അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ക്രീം കേക്ക് മറ്റേ ചീസ് കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ, പുഡിങ്ങിനും എല്ലാത്തിനും, ബിസ്ക്കറ്റ് പുഡിങ്ങും എല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് ശരിക്കും അത്രയ്ക്കും വിശ്വാസത്തോടു കൂടി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റും തന്നെ. ഇതൊരു 250 ഗ്രാം അളവിൽ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ബന്നെടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് തേച്ച് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് 2 സ്പൂൺ ക്രീം ചീസും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഒന്ന് അല്പം മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കാം. മധുരം വേണ്ടാത്തവർക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കണമെന്നില്ല. ഈ ഒരു മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അത് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് തേച്ചതാണ്. ഇതൊന്ന് കഴിച്ച് നോക്കാം. അടിപൊളി രുചിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.